ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ഫാറ്റി ലിവറിനെ പറ്റിയാണ്. കൂടുതലും ആൾക്കാരും ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഭയപ്പെടാറുണ്ട്. പക്ഷേ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ തികച്ചും നിരുപദ്രവകരമായിട്ടുള്ള ഒരു അസുഖമാണ്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് കൂടുതലും അധികം വ്യായാമം ഇല്ലാത്ത ആൾക്കാരിലാണ്. അത് മെയിലായാലും ഫീമെയിലായാലും വ്യായാമം കുറവാണെന്നുണ്ടെങ്കിൽ ശരീരത്തുണ്ടാകുന്ന കൊഴുപ്പുകൾ ലിവറിനോട്ട് അടിയുകയും അത് കൂടുതൽ പ്രയാസങ്ങളിലോട്ട് മാറുകയും ചെയ്യും. സാധാരണ രീതിയിൽ നമ്മൾ ലിവറിൽ ഫാറ്റ് അടിയുന്നത് കൂടുതലും നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊണ്ടിട്ടാണ്. കാർബോഹൈഡ്രേറ്റ് ഡയറ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ അരി, ഗോതമ്പ് എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. സാധാരണ രീതിയിൽ നമ്മൾ അരി കുറയ്ക്കാൻ പറയുമ്പോൾ സാധാരണ ഗോതമ്പിലേക്ക് മാറുകയാണ് ചെയ്തത്. അത് തെറ്റായൊരു പ്രവണതയാണ്. കിഴങ്ങുവർഗ്ഗങ്ങളും ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും വലിയ തോതിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പയറുവർഗ്ഗങ്ങളും മാംസപദാർത്ഥങ്ങളും പ്രോട്ടീനാണ്. അത് കൂടുതൽ കഴിക്കുകയും കാർബോഹൈഡ്രേറ്റിൻ്റെ അനുപാതം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാവുന്നു. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കണ്ടാൽ ചികിത്സിക്കേണ്ടതാണ്. അത് എല്ലാ ഫാറ്റി ലിവറിനും ചികിത്സ ആവശ്യമുണ്ടോ? ചികിത്സ ആവശ്യം ഇല്ല എന്ന് മാത്രമല്ല, പക്ഷേ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്.